വലിയ വലിയ ആളുകളൊക്കെ വരുന്ന സ്ഥലമല്ലേ, സംസാരിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷും ആയിരിക്കും. ഒരു പരിധിക്ക് അപ്പുറം ഇംഗ്ലീഷ് കേട്ടാ എൻ്റെ തല കറങ്ങും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. സച്ചേട്ടൻ തന്നെ പോയിട്ട് വന്നാ മതി. അപ്പോ നേരത്തെ പറഞ്ഞ് ഞാനിങ്ങ് തിരിച്ചെടുത്തു. എന്ത്? എന്റെ ഭാര്യയ്ക്ക് 4 ദിവസം പോലും എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാതായി എന്ന്. അയ്യോ, അതല്ല. ഏതല്ലാന്ന്? എനിക്ക് മനസ്സിലായി. നമ്മളെന്നാ പോകുന്നേ? 2 ദിവസം കഴിഞ്ഞ്. ഈയടാ, ആ പിണങ്ങി നിന്നപ്പോഴുള്ള മുഖം കണ്ടില്ലേ? ചെല്ല്, ചെന്ന് ഓഫീസിൽ പറയടിയാവും. എനിക്ക് ഇനിയും കുറച്ച് സാരിയും കൂടി മടക്കി വെക്കാനുണ്ട്. സാരിയൊക്കെ മടക്കി താനിത് എങ്ങോട്ടാ? ഞാൻ എങ്ങും പോകുന്നില്ല, ഒന്ന് മടക്കി വെക്കുന്നു മാത്രമേ ഉള്ളൂ. താൻ സാരി മടക്കുന്ന കണ്ടാലേ അപ്പൊ ടെൻഷനാവും. മുൻപത്തെ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. മോളിരിക്കെ. ഇത് നമ്മുടെ ചെന്നൈ ഓഫീസിലേക്ക് അയച്ച ഫണ്ട് ട്രാൻസ്ഫറിന്റെ ഡീറ്റെയിലും സ്റ്റേറ്റ്മെന്റും ഒക്കെയാണ്. എനിക്കിതിൽ ചെറിയൊരു സംശയം. നീ ഒന്ന് നോക്കി. ഇനി എന്റെ ദശ കാണുമെന്ന് അറിയാനാ. അച്ഛൻ്റെ സംശയം ശരിയാ. ഇതില് 8 ലക്ഷം രൂപ കുറച്ചാ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്തിനാണോ എല്ലാരെയും വിളിച്ചു കൂട്ടിയത്? എനിക്കെങ്ങനെ അറിയാം? അങ്ങേർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള കുഴപ്പമാ. സച്ചി ഇതുവരെ വന്നില്ലേ? ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞു. എന്തിനാ അങ്കിൾ എല്ലാരോടും വരാൻ പറഞ്ഞത്? അനഘയ്ക്ക് എന്താ, വേറെ വല്ല അത്യാവശ്യമുണ്ടോ? ഏയ്, ഒന്നുമില്ല. ഇത് നമ്മുടെ തന്നെ ചെന്നൈ ഓഫീസിലേക്ക് അയച്ച പണത്തിന്റെ ഡീറ്റെയിൽസാ. എല്ലാ മാസവും അയക്കുന്ന എമൗണ്ടിൽ നിന്ന് ഇത്തവണ 8 ലക്ഷം രൂപ കുറവാണ് അയച്ചിരിക്കുന്നത്. അതിന്റെ കാരണവും ആ പണം എന്ത് ചെയ്തുവെന്നും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഒന്ന് വിശദീകരിച്ചു തന്നാൽ കൊള്ളാം. എന്താ, ഒന്നും പറയാനില്ലേ? അച്ഛാ, ഞാൻ കുറച്ചു ദിവസമായി ഓഫീസിൽ പോയിട്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് എനിക്ക് അറിയേണ്ടത്. അച്ഛന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ ഞാൻ പറഞ്ഞു വന്നത്. ഞാനില്ലാത്തോണ്ട് അക്കൗണ്ടന്റിനെ ഞാൻ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നേ. അതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാ വാസ്തവം. നീ അറിയാത്തൊരു കാര്യത്തിനാണോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന സ്ഥലത്ത് നീ ഒപ്പിട്ടിരിക്കുന്നത്? അതെന്താ, കൊണ്ടുവരുന്ന ഫയൽസിലൊക്കെ നീ കണ്ണടച്ചാണോ ഒപ്പിട്ട് കൊടുക്കുന്നത്? അച്ഛാ, ഞാനത് മതി. കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. കാശെടുത്ത് മറിച്ചെങ്കിൽ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുകയും വേണം. ഞാൻ അന്നേ പറഞ്ഞതാ, വേലി തന്നെ വിളവ് ഞാൻ തുടങ്ങിയാൽ ഞാൻ ആ വേലി പൊളിച്ചു കളയുമെന്ന്. അവന്തിയേക്ക് ഓഫീസിൽ പോകാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ എല്ലാം നിർത്താം.
ആ ആലോചന പിന്നീടത്തേക്ക് വെക്കാം. ഇപ്പൊ ഈ 8 ലക്ഷം രൂപയുടെ കണക്ക് എനിക്കറിയണം. നിന്നെ മാത്രം വിളിച്ച് ചോദിക്കേണ്ട ഒരു കാര്യം ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കുന്നത്, ഈ നിൽക്കുന്ന എല്ലാവർക്കും ആ 8 ലക്ഷം രൂപയിൽ അവകാശമുള്ളതുകൊണ്ടാണ്. നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാ, നിനക്ക് പൈസയ്ക്ക് അത്യാവശ്യം വന്നാൽ അത് കണക്കിൽ കൊള്ളിച്ചേ എടുത്ത് ചെലവാക്കാവൂ എന്ന്. എന്നിട്ട് വീണ്ടും വീണ്ടും കള്ളത്തരം കാണിക്കുന്നത് എന്തിനാ? അച്ഛാ, എന്നോടെന്താ വേഗം വരാൻ പറഞ്ഞേ? നീ രാവിലെ ഒരു ബാഗും കൊണ്ട് എവിടേക്കായി പോകുന്നത്? ഓഫീസിൽ നടക്കുന്നൊന്നും നീ അറിയുന്നില്ലേ? ചെന്നൈ ഓഫീസിലേക്ക് ഈ മാസത്തെ ഫണ്ട് അയച്ചായിരുന്നു. അതുപോലും നിനക്കറിയില്ല. ആർക്കും ഒന്നും അറിയാത്ത സ്ഥിതിക്ക് കമ്പനി നമുക്ക് വിൽക്കാം. എന്തു പറയുന്നു? അച്ഛാ, ചെന്നൈ ഓഫീസിലേക്കും നമ്മുടെ മറ്റ് ബ്രാഞ്ചുകളിലേക്കും എല്ലാ മാസം ഫണ്ട് ട്രാൻസ്ഫർ റൊട്ടീനായിട്ട് നടക്കുന്ന പ്രോസസ്സല്ലേ? അതിനിപ്പോൾ എന്ത് പറ്റുന്ന അച്ഛൻ പറയുന്നേ? എന്നാൽ ഈ മാസം ആ റൊട്ടീൻ തെറ്റി. നിന്റെ ഈ നിൽക്കുന്ന ഏട്ടത്തി 8 ലക്ഷം രൂപ തിരിമറി നടത്തിയെന്ന്. വിശ്വാസത്തിന്റെ കാര്യമാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ടാ എനിക്ക് ആവതില്ലാതെ വന്നപ്പോ എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചത്. ഇതിലും നല്ലത് വല്ല കൊള്ളക്കാർക്കും എഴുതി കൊടുക്കുന്നതായിരുന്നുവെന്ന് എനിക്കിപ്പോ തോന്നുന്നു. എന്റെ മക്കളെയും മരുമക്കളെയും കാളും എന്താ ഇത്രയും പണം നിനക്ക് അത്യാവശ്യം? അച്ഛാ, അച്ഛനെ എടുത്ത് വഴക്കോരണ്ട. ആ 8 ലക്ഷം രൂപ എടുത്ത് ചെലവാക്കിയത് ഞാനാ. എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് എനിക്ക് പണം വേണമായിരുന്നു. ബാങ്ക് സമയത്തിന് മുൻപേ ആയതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പണം വിഡ്രോ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ കാശ് തികയാത്തതുകൊണ്ട് ഞാൻ ചെന്ന് അക്കൗണ്ടിനോട് പറഞ്ഞെടുപ്പിച്ചതാ. അത് തിരികെ വയ്ക്കാൻ ഞാൻ മറന്നുപോയി. നാളെ ബാങ്ക് തുറന്ന ഉടനെ ഞാനതിന് പരിഹാരം കണ്ടോളാം. സച്ചിൻ നിന്നേ. അങ്ങനെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു തീർത്തിട്ട് പോകാൻ പറ്റുന്ന വിഷയമാണോ ഇത്? ആണോ അച്ഛാ? ഇത്രയും നേരം എന്നെ പറഞ്ഞതൊക്കെ അച്ഛൻ സച്ചിയോട് പറയുന്നില്ലേ? ഇത്രയും നേരം അച്ഛൻ പറഞ്ഞതിനൊക്കെ ഞാനൊരു പെരുങ്കളിയാണെന്നല്ലേ അർത്ഥം? ആ, പറയും പോലെ ഞാൻ വന്നു കയറിയതാണല്ലോ. അത്രയ്ക്കൊക്കെ അംഗീകാരം പ്രതീക്ഷിച്ചാൽ മതിയല്ലോ, അല്ലേ? എടുത്തി, അച്ഛന് ഒരു തെറ്റിദ്ധാരണ പറ്റി. ഞാനത് തിരുത്തുകയും ചെയ്തു. ഞാൻ കാരണം ഏട്ടത്തിക്ക് എന്തെങ്കിലും മനോവിഷമം ഉണ്ടായെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കാം. ഈ വീട്ടിൽ ഇത്ര ആളുകൾ ഉണ്ടായിട്ടും എന്നെ മാത്രം തെറ്റിദ്ധരിക്കുന്ന എന്തിനാ? അച്ഛന്റെ തെറ്റിദ്ധാരണയും അതുകൊണ്ട് പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം ഞാൻ ചെയ്യാത്ത കാര്യങ്ങള് എന്നും എന്റെ തലയിൽ വെക്കാനാ എല്ലാവർക്കും ഇഷ്ടം. നാളെ പരിഹാരം കാണാന്ന് നീ പറഞ്ഞെങ്കിലും അച്ഛൻ എന്നോട് ചോദിച്ചതിൽ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ആ പണം നീ എന്ത് ചെയ്തു? അച്ഛൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആ 8 ലക്ഷം രൂപ ഈ നിൽക്കുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട പൊതുമുതലാ.
എന്ന് പറഞ്ഞാ എനിക്കും അതിന്റെ അവകാശം ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെ എനിക്കൂടെ അവകാശപ്പെട്ട ആ പൈസ നീ എന്ത് ചെയ്തു? എന്തായിരുന്നു നിനക്ക് ഇത്രയും പൈസയുടെ അത്യാവശ്യം? അതിന്റെ മറുപടി ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് തൃപ്തികരമല്ലല്ലോ. അത് പറയാൻ എനിക്ക് മനസ്സിലെങ്കിലോ? എന്റെ എല്ലാ കാര്യങ്ങളും എല്ലാരും ബോധിപ്പിക്കണം. ഞാൻ ബോധിപ്പിക്കണം. ഈ നിൽക്കുന്ന ആരെന്ത് ചോദിച്ചാലും നീ മറുപടി കൊടുക്കുകയും വേണം. അതിനെനിക്ക് സൗകര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഡാ, അച്ഛാ, ഞാൻ കുറച്ചുകൂടെ മൂപ്പിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഓങ്ങിയത് അവന്റെ ചെകിട്ടത്ത് കിട്ടിയേനെ. നീ ഇങ്ങനെ എന്നും എന്റെ മുമ്പിൽ തല കുമ്പിട്ടേ നിൽക്കാവൂ. ഒരിക്കലും നിന്റെ തല ഉയർന്നിവിടെ ആരും കാണില്ല. സൂര്യനെ പാഴ്മുറം കൊണ്ട് മൂടാന്ന് കരുതല്ലേ മോളെ. മൂക്കി പഞ്ഞി വെച്ച് കിടത്തും ഞാൻ. സച്ചേട്ടാ, എല്ലാ വിസ്താരങ്ങളും കഴിഞ്ഞിട്ടും ഞാൻ വീണ്ടും ചോദ്യം ചെയ്യല്ല. എന്നോടെങ്കിലും പറഞ്ഞൂടെ സച്ചേട്ടൻ ആ പൈസ എന്താ ചെയ്തേന്ന്? ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ചെലവാക്കിയതല്ലെന്ന് എനിക്ക് മനസ്സിലാവും. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ചോദിച്ചതാ. അർച്ചന, അത് ആ പണം ഞാൻ ചെലവാക്കിയത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ. അവൻ അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ. നാളെ തന്നെ ആ കണക്ക് ഞാൻ ക്ലിയർ ചെയ്യുകയും ചെയ്യും. അതെന്തോ ഞാൻ പെട്ടെന്ന് മറന്നുപോയതുകൊണ്ടാ ഇത്രയും വൈകിയത്. എനിക്കത് മനസ്സിലായി. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ സച്ചിൻ ഒരു തെറ്റേറിനെ പോലെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. സച്ചിന്റെ സംസാരം അച്ഛനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കാരണം ആർക്കും ഒരു വിഷമം ഉണ്ടാവണ്ട. ഈ വീട്ടില് ഒരു വഴക്കും വേണ്ട. വേറെ ആരെ ബോധിപ്പിച്ചില്ലെങ്കിലും സച്ചേട്ടൻ അച്ഛനോടൊന്ന് സംസാരിക്കണം. എന്നിട്ട് ഉണ്ടായ കാര്യം അച്ഛനോട് പറ. അച്ഛന് സമാധാനമായി ഉറങ്ങാനുള്ള സമാധാന അന്തരീക്ഷമാണല്ലോ മക്കളെല്ലാവരും കൂടി ഉണ്ടാക്കി തരുന്നത്. അച്ഛാ, വേറെ ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. കാര്യം അറിയാതെ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നീ ആ പൈസ എടുത്ത് മറിച്ചതിൽ എനിക്കൊരു പ്രശ്നവുമില്ല, വിഷമവുമില്ല. കാരണം ഇതെല്ലാം നിങ്ങൾക്കുള്ളതാ. പക്ഷേ തെറ്റ് ചെയ്തിട്ട് അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെ ന്യായീകരിച്ച് മറ്റൊരു തലത്തിൽ കൊണ്ടുപോയി തെറ്റിദ്ധരിക്കാൻ ഇടവരുത്തുന്നതാണ് എന്റെ പ്രശ്നവും വിഷമവും. നിനക്കെന്താ അത് മനസ്സിലാവാത്തത്?
ഞാൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ. കമ്പനി പൈസ തിരികെ വയ്ക്കാത്ത തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. ന്യായീകരിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ എങ്ങനെ അത് തെറ്റാവും? അച്ഛനോട് എല്ലാ സത്യം പറയാനാ ഞാനിപ്പോ വന്നത്. ഈ വീട്ടിലെ വേറെ ആരറിഞ്ഞില്ലെങ്കിലും അച്ഛനത് അറിയണമെന്ന് തോന്നി. ആ 8 ലക്ഷം രൂപ ഞാൻ ചെലവാക്കിയത് അർച്ചനയ്ക്ക് വേണ്ടിയാ. ചേച്ചി, നാളത്തേക്കുള്ള പൈസ എല്ലാം ശരിയായോ? ചേച്ചി പറഞ്ഞതുകൊണ്ട് അനൂപേട്ടൻ അയാൾ ഇന്നൊരു ദിവസത്തെ അവധി കൂടി കൊടുത്തത്. നാളെ അയാൾക്ക് 9 ലക്ഷം രൂപ തികച്ചും കൊടുത്തേ പറ്റൂ. സച്ചേട്ടനോട് ചേച്ചി ചോദിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ എങ്ങനെയാ ചേച്ചി ഇത്രയും കാശ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? അയ്യോ! ഇപ്പൊ തന്നെ വൃന്ദാവനം വീട്ടിലേക്ക് ചെന്ന് ഇന്നലെ പറഞ്ഞതിനും കാണിച്ചതിനും ഒക്കെ മാപ്പ് പറഞ്ഞോണം. ശരി. പിന്നെ ഈ പണം ആര് തന്നെന്ന് ചോദിച്ചാ ഞാനാണെന്ന് പറയുകയും വേണ്ട. മനസ്സിലായോ? അർച്ചന ചോദിച്ചാ ഞാനോ അച്ഛനെ കൊടുക്കുമായിരുന്നിട്ടും അവളത് ചോദിച്ചില്ല. എങ്ങനെ ആ കാശ് കണ്ടെത്തുന്ന ടെൻഷനിൽ നിന്ന് അർച്ചനെ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല അച്ഛാ. ഇപ്പോഴും വൃന്ദാവനം വീട്ടിലെ അർച്ചന എന്നെൻ്റെ ഭാര്യയ്ക്കും ആർക്കും അറിയില്ല ആ 9 ലക്ഷം രൂപയുടെ കടം ഞാനാണ് തീർത്തതെന്ന്. അറിഞ്ഞ സ്ഥലം വിറ്റോ ലോൺ എടുത്തോ എൻ്റെ കടം വീട്ടാൻ അവർ ശ്രമിക്കും. ചിലപ്പോ ഞാനിങ്ങനെ ചെയ്തത് അവർക്കിഷ്ടമായില്ലെന്ന് വരും. അർച്ചന അറിയുമെന്ന് കരുതിയിട്ടാച്ചാ നേരത്തെ ഞാനത് പറയാത്തത്. ഭാര്യയെ ഒരു തരത്തിലും വിഷമിപ്പിക്കാത്തൊരു ഭർത്താവായി ഇനി എങ്ങോട്ട് ജീവിക്കണമെന്ന് എൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് എനിക്ക് പറ്റിയ തെറ്റായത്. ചിലപ്പോ എല്ലാവർക്കും അവകാശപ്പെട്ട പണമെടുത്ത് ദൂർത്തടിച്ച ഒരാളെന്ന നിലയിലെ എല്ലാവരും ഇനി എന്നെ കാണത്തുള്ളായിരിക്കും. അർച്ചനയുടെയും വീട്ടുകാരുടെയും സന്തോഷത്തിനും സമാധാനത്തിനും താഴെ നിൽക്കൂ മറ്റെന്തും. ഇനിയും അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തരുത്. നാളെ തന്നെ ആ പണം ഞാൻ തിരികെ വെച്ചോളാം. വേണ്ട, ആ പണം മറ്റെന്തെങ്കിലും കണക്കിൽ കൊള്ളിച്ചാൽ മതി. നീ അത് തിരികെ വെക്കുന്നത് ഒരച്ഛനെന്ന നിലയിൽ എൻ്റെ പരാജയം കൂടിയാ. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ചെയ്തത് തന്നെയാ ശരി. നിന്റെ ഭാര്യ എന്നതിലുപരി എൻ്റെ മോളല്ലേ അർച്ചന. അവൾക്കൊരാവശ്യം വന്നാൽ ചെലവാക്കാനല്ലാതെ നമുക്ക് പിന്നെ എന്തിനാ പൈസ? നീയാണ് ഇതിന് പിന്നിലെന്ന് ആരും അറിയണ്ട. നീ മുടക്കിയ പൈസയുടെ 100 മടങ്ങ് അനുഗ്രഹവും പ്രാർത്ഥനയും അവര് വഴി നിനക്കുണ്ടാവും. ഈ ബിസിനസ്സിൽ നമുക്കുള്ള ലാഭവും അതുതന്നെയാണ്. മനസ്സിൽ നന്മയുള്ളവർക്ക് ദൈവീകമായ കാര്യങ്ങൾ ചെയ്യാനാവും. ആ നന്മ കൊണ്ട് നീ സമ്പന്നനാ. തെറ്റിദ്ധരിച്ച അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചു കളയും. അത് കലക്കി ചേച്ചി. ഇതുപോലുള്ള തിരിച്ചടികള് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും കൊടുക്കണം. സത്യം പറഞ്ഞ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, ഇനി ചേച്ചി എന്തെങ്കിലും തിരിമറി കാണിച്ചതാണോന്ന്. ഇതോടെ അങ്കിളിന് സച്ചേട്ടനിലുള്ള വിശ്വാസവും പോയി അല്ലേ ചേച്ചി? അതങ്ങനെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല നമുക്ക്. അവൻ പറഞ്ഞില്ലേ അവനൊരു അബദ്ധം പറ്റിയതാണെന്ന്. നാളെ അവൻ സ്വന്തം അക്കൗണ്ടിൽ നിന്നും പണം വിത്ഡ്രോ ചെയ്ത് തിരികെ വെക്കുന്നതോടെ ആ പ്രശ്നം സോൾവായി. ഇതിനെ കുറച്ചുകൂടി പൊലിപ്പിച്ച് വിഷയം വലുതാക്കേണ്ടതായിരുന്നു, വഷളാക്കേണ്ടതായിരുന്നു. നമ്മൾ കൊടുക്കുന്ന പണിക്കൊക്കെ ഇത്രയും ആയുസുള്ളൂ. നമുക്ക് കിട്ടുന്നതിനോ നല്ല 6-8 പണി. ഇതിപ്പോ ഒരു ഗുണം ഇല്ലാതായി പോയല്ലോ. ആര് പറഞ്ഞു ഗുണം ഇല്ലെന്ന്? പ്രശ്നം സോൾവ് ആയാലും നടന്ന കാര്യം നടന്നു തന്നെയല്ലേ. പെട്ടെന്നൊരു അത്യാവശ്യം വന്നാ സച്ചിയും പണം എടുത്ത് തിരിമറി നടത്തുമെന്ന് സേതുമാധവനടക്കം എല്ലാവർക്കും മനസ്സിലായില്ലേ. ഒരു നിമിഷത്തേക്ക് സച്ചിയെ കുറ്റക്കാരനായിട്ട് കണ്ടില്ല എല്ലാരും. ആ വിശ്വാസ തകർച്ചയാണ് നമ്മുടെ ആയുധം. ഇന്നവൻ എടുത്തത് 8 ലക്ഷം ആയിരിക്കും,
നാളെ ഒരു സമയം നമ്മൾ എടുക്കാൻ പോകുന്നത് 90 ലക്ഷം രൂപയാ. അതിന്റെ കണക്ക് കെട്ടിവെക്കുന്നത് സച്ചിയുടെ തലയിലും. ഇപ്പൊ മനസ്സിലായി. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പണം അടിച്ചു മാറ്റിയിട്ട് അത് നൈസായിട്ട് സച്ചിയേട്ടന്റെ തലയിൽ വെച്ച് കൊടുക്കും. അതല്ലേ ചേച്ചി ഉദ്ദേശിച്ചത്? അത് തന്നെ.